ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇവിടെ കൺമണിയുടെ വീട്ടിലാണെങ്കിലും ഓണാഘോഷങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മായിമാരെല്ലാം പൂക്കളമിടുന്നു. ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വരുന്ന ഗോകുലിനെ കണ്ടിട്ട് അമ്മായിമാര് കമന്റ് പറയുന്നുണ്ട്, നീ അങ്ങ് വലിയ ആളായി പോയല്ലോ, എന്തായാലും നിനക്ക് ഈ മുണ്ടും ഷർട്ടും നന്നായിട്ട് ചേരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അവര് കോംപ്ലിമെന്റ് കൊടുക്കുമ്പോ എന്റെ വേഷം മാത്രമല്ല എല്ലാവരുടെ വസ്ത്രങ്ങളും സൂപ്പറാണ്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഓണക്കോടി മുഴുവൻ എടുത്തത് അപ്പയല്ലേ, അത് ശരിയാണെന്ന് പറയുന്നുണ്ട് അമ്മായിമാരും. പിന്നെ ഗോകുല് പറയും, അമ്മയുടെ ഡ്രസ്സിന് നല്ല വിലയായി, അമ്മയുടെ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൂടുതൽ കാശ് ചെലവാക്കിയത്. അപ്പോഴേക്കും ധനലക്ഷ്മി അങ്ങോട്ട് വരുന്നു. ധനലക്ഷ്മിയുടെ മുഖത്ത് വലിയ തെളിച്ചമില്ലാത്തത് കാണുമ്പോ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ വിഷമിച്ച് നിൽക്കുന്നതെന്ന്, മനോജ് ഇല്ലാത്തതിന്റെ പ്രയാസമാണോന്ന്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നും എനിക്ക് സന്തോഷം തന്നെയാണെന്നാണ് ധനലക്ഷ്മി പറയുന്നത്. തുടർന്ന് ശാന്ത പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല, കൃഷ്ണാറിന്റെ വീട്ടിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കൺമണി നേരെ ഇങ്ങോട്ട് വരും, അതിനു മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർക്കണം. അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് അമ്മായിമാര് വീണ്ടും ഓണപ്പൂക്കളം ഉണ്ടാക്കാനും ഗോകുലും ശ്രീനിവാസനും ഒക്കെ അവരവരുടെ ജോലികളിലേക്കും കടക്കുന്നു. ഇതിനിടയിൽ ധനലക്ഷ്മിക്ക് ഒരു കോള് വരുന്നുണ്ട്. വരുണാണ് വിളിക്കുന്നത്. കോള് എടുത്ത ഉടനെ തന്നെ ധനലക്ഷ്മി വരുണിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആ 101 പവന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് എപ്പോഴും പറയാനുള്ളത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ, അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അപ്പോ വരുൺ പറയും, ഏട്ടത്തി എനിക്ക് പറയാൻ ഒരു ഗ്യാപ്പ് താ, ഒരു പ്രധാന കാര്യം അറിയിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. ഈ ഓണം നമ്മുടെ പൊതുശത്രുവിന്റെ അവസാനത്തെ ഓണോ, സത്യം പറഞ്ഞാ ഇതെന്റെ മനസ്സിലിരിക്കേണ്ട കാര്യമാ, പുറത്തു പറയാൻ പാടില്ലെന്നാണ് കിട്ടിയ നിർദ്ദേശം. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരേ വണ്ടിയിൽ കെട്ടിയ കാളകളാണല്ലോ, അതുകൊണ്ട് പറയാന്ന് വെച്ചതാ. ഇതൊക്കെ കേട്ട് വരുണിനോട് കാര്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് ധനലക്ഷ്മി. അപ്പൊ വരുൺ പറയും, ഏട്ടതി ഈ കാര്യം കേട്ട് ഞെട്ടല്ലേ, ഈ ഓണം ഉണ്ടല്ലോ, ഈ ഓണം കൺമണിയുടെ അവസാനത്തെ ഓണമായിരിക്കും. ഉടനെ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാ നീ അവളെ കൊല്ലാൻ പോവുകയാണോ? ഏയ് കൊല്ലുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ അവളെ ചത്തോളും, ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടും. ബോംബെന്ന് കേൾക്കുന്നതും ധനലക്ഷ്മിക്ക് ആകെ പരിഭ്രമാവുന്നുണ്ട്. നീ ബോംബ് എറിയാൻ പോവാണോ എന്നൊക്കെ പേടിയോട് ചോദിക്കുമ്പോ, അതെ, ഒരു ബോംബേർ ഇന്ന് നടക്കും, പക്ഷെ ആ ബോംബ് മെന്റൽ ബോംബായിരിക്കും, മാനസികമായി തകർക്കുന്ന ബോംബ്. അങ്ങനെ തകരുന്ന കൺമണിയെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടും. എന്നാൽ ധനലക്ഷ്മിക്ക് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ വരുണോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു വരണേ, നീ ഇത്രയായിട്ടും പഠിച്ചില്ലേ? എടാ, അവൾക്ക് കുഴപ്പം വരുന്നത് കാണാൻ തന്നെയാ എനിക്കും ആഗ്രഹം, പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തെങ്കിലും നടന്നോ? കിട്ടിയത് മുഴുവൻ നമുക്കല്ലേ. എന്നാൽ ഇത്തവണ അവരുടെ പ്ലാനിങ് എല്ലാം നടക്കുമെന്ന് തന്നെ വരുൺ വീണ്ടും ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ധനലക്ഷ്മിക്കും തോന്നിപ്പോവുകയാണ്, ഇവൻ ഇങ്ങനെ ഉറപ്പ് പറയണമെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുവോ? ധനലക്ഷ്മി ഒരു നിമിഷത്തേക്ക് അങ്ങനെ മനക്കോട്ട കെട്ടുന്നുണ്ട്. വരുണിനാണെങ്കിലും ധനലക്ഷ്മിയുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏട്ടത്തി ഇപ്പൊ ചിന്തിച്ചത് ഇത്തവണ എന്തെങ്കിലും നടക്കുകയെന്നല്ലേ, നടന്നു കഴിഞ്ഞു ഏട്ടത്തി എന്നിങ്ങനെ പറയാണ്. അപ്പൊ ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇത്തവണ ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അന്ന് പറഞ്ഞതുപോലെ തന്നെ ഏട്ടത്തി ലണ്ടനിലേക്ക് പോകണമെന്നും അമേരിക്കയിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ ഓഫർ ഉണ്ടല്ലോ, 101 പവനും 10 ലക്ഷം രൂപയും. ഏതായാലും വരുണിന്റെ ഈ പ്രലോഭനത്തില് വീണ്ടും ധനലക്ഷ്മി വീണ് പോകുന്നുണ്ട്. എങ്കിലും പറയും, കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ കൂടെ നിൽക്കാം, പക്ഷെ ഇത്തവണ തോൽക്കാൻ വയ്യ എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ട് വരുണും പറയുകയാണ് വീണ്ടും, ഇത്തവണ നമ്മളെ ജയിക്കാൻ പോവുകയാണ് ഏട്ടത്തി. അതും പറഞ്ഞ് ധനലക്ഷ്മിക്ക് ഒരു ഹാപ്പി ഓണം ഒക്കെ നേർന്നിട്ടാണ് വരുൺ കോള് കട്ട് ചെയ്യുന്നത്. ധനലക്ഷ്മിക്കാണെങ്കിൽ ഇത്തവണ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എങ്കിലും വരുണിന്റെ കാര്യമായതുകൊണ്ട് ഒരു പേടിയുണ്ട്. മനസ്സിൽ പറയുന്നുണ്ട്, ഇത്തവണ ഇനി ഇവൻ എന്ത് ബോംബാണോ ഇടാൻ പോകുന്നത്, എന്തായാലും ഒന്നും അറിയാത്തതുപോലെ നിൽക്കാം, അതാണ് എനിക്ക് നല്ലത്. സാഗറിന്റെ വീട്ടിലാണെങ്കിൽ ഓണാഘോഷങ്ങൾക്ക് അകമ്പടി ആയിക്കൊണ്ട് വന്ന കലാകാരന്മാർക്കും മാവേലിയായി വേഷമിട്ട് വന്നിരിക്കുന്ന വിശേഷനും ഒക്കെ സാഗർ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവരെ യാത്രയാക്കുന്നത്. മാവേലിയായി വന്നിരിക്കുന്നത് വിശ്വേട്ടനാണെന്ന് മനസ്സിലാക്കിയതോടെ വിശ്വേട്ടനോട് തന്നെ ഒന്നുകൂടെ കാണണമെന്നും ഒരാവശ്യമുണ്ടെന്നും സാഗർ പറയുമ്പോൾ തീർച്ചയായിട്ടും വന്ന് കാണാമെന്ന് സമ്മതിക്കുകയാണ് വിശ്വേട്ടനും. അങ്ങനെ കൺമണിയോട് വിശ്വേട്ടൻ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇറങ്ങാണെന്ന് പറഞ്ഞ് കൺമണിയോടും കൃഷ്ണനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. പിന്നീട് അടുത്ത സമ്മാനം കൊടുക്കുന്നത് മഹിക്കാണ്. വേട്ടക്കാരനായി നിൽക്കുന്ന മഹിയെ കണ്ടിട്ട് പലരും ചിരിക്കുന്നുണ്ട്. സാഗറും മഹിക്കും ഓണസമ്മാനം കൊടുക്കും. മാത്രമല്ല, നിന്റെ വേട്ടക്കാരന്റെ വേഷം അടിപൊളി എന്നൊരു കോംപ്ലിമെന്റും നൽകുന്നുണ്ട്. മഹിക്കാണെങ്കിലും ആകെ നാണാവും. എന്നിട്ട് പറയും, ഞാൻ സദ്യ കഴിക്കാൻ നിൽക്കുന്നില്ല, വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണെന്നും പറഞ്ഞ് മഹി ഇറങ്ങുകയാണ്. തുടർന്ന് കൃപയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഓണസമ്മാനം വാങ്ങാനായി ക്ഷണിക്കുന്നു എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നതും കൃഷി ഒഴിച്ച് എല്ലാവരുടെയും മുഖം വാടുന്നുണ്ട്. കൺമണിയാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കി അങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ ജയമോഹൻ കൺമണിയോട് ചോദിക്കുകയാണ്, എന്തു പറ്റി, ചീഫ് ഗസ്റ്റ് മടിച്ചു നിൽക്കുകയാണോ? വന്ന് സമ്മാനം വാങ്ങാൻ തന്നെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കൃഷി ആണെങ്കിലും കൺമണിയോട് ചെല്ലാൻ പറയുന്നു. അങ്ങനെ സാഗറിന്റെ കയ്യിൽ നിന്നും ഓണസമ്മാനം കൺമണി വാങ്ങിക്കുകയാണ്. സാഗറിനോടൊപ്പം തന്നെ കൃപയും മറ്റൊരു ഗിഫ്റ്റ് കൺമണിക്ക് കൊടുക്കുന്നുണ്ട്, തന്റേതായ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. കൺമണി സമ്മാനം വാങ്ങി പോയതും ആന്റിയമ്മ ഉടനെ തന്നെ മാനസയ്ക്ക് വേണ്ടി
അടുത്തതായി ഇവിടുത്തെ മരുമകളും അലിഗയുടെ MD ക്രിഷ് സാഗറിന്റെ ഭാര്യയാകാൻ പോകുന്ന മാനസയ്ക്ക് ഓണസമ്മാനം നൽകുന്നു എന്നിങ്ങനെ പ്രഖ്യാപിക്കുമ്പോ മാനസ വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് കൺമണിയെ. തന്നെ പറ്റി ആന്റിയമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്നുള്ള മട്ടില്. പിന്നീട് മാനസയും സാഗറിന്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. മാത്രമല്ല മാനസയെ സ്നേഹപൂർവ്വം ആന്റിയമ്മയും ഹേമയും സുജാതയും ഒക്കെ ഉമ്മകൾ കൊണ്ട് മൂടുന്നുണ്ട്. മാനസയോട് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുകയും തന്നെ മാത്രം അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ഫീല് കൺമണിക്കും തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ കൺമണി ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ കൺമണിയുടെ ആ വിഷമം മനസ്സിലാക്കി കൃഷി കൺമണിയും കൂട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കൺമണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൃഷി ഒരുപാട് നല്ല വാക്കുകൾ പറയുന്നുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓണമാണിതെന്നും കൺമണിയുടെ കൂടെയുള്ള ഈ ഓണം അതിന്റെ എല്ലാ സന്തോഷങ്ങളോടും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. അതും എന്റെ വീട്ടിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഓണപ്പാട്ടും ഓണക്കളികളും ഓണക്കോടിയും അങ്ങനെ ഒരു അടിപൊളി ഓണാഘോഷം. കൺമണി അപ്പൊ പറയുന്നുണ്ട്, കൃപ ഓണത്തിന് എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോ ഒരുപാട് ഞാൻ എതിർത്തു. പക്ഷെ വരാതിരുന്നെങ്കിൽ അത് എന്തുമാത്രം നഷ്ടമായി പോകുമെന്ന് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഓരോ നിമിഷവും ഞാനും ആസ്വദിക്കുകയായിരുന്നു. ഇതേ സമയത്താണ് മാനസയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. മാനസ ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് മാറി നിൽക്കുന്നുണ്ട്. ഫോണിലൂടെ ആർക്കോ എന്തെല്ലാമോ ഗൂഢനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാനസ. തുടർന്ന് കൺമണി കൃഷ്ണനോട് പറയും, പിന്നെ ആന്റിയമ്മ മാനസയെക്കുറിച്ച് സാറിന്റെ ഭാര്യയാകാൻ പോകുന്നവളെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഒരു നിമിഷം എന്റെ ശ്വാസം നിന്നുപോയ പോലെ എനിക്ക് തോന്നി. അത് കേട്ട് കൃഷി കൺമണിയോട്, നീ യഥാർത്ഥത്തിൽ എന്റെ ഭാര്യയായി കഴിയുമ്പോഴേ പലരുടെയും ശ്വാസം നിന്നുപോകും, ആ ദിവസം ഉടനെ തന്നെ എത്തുമെന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് കൺമണിയും ചിരിക്കുന്നു. കുടുംബത്തിന്റെ ഓണസമ്മാനം ചീഫ് ഗസ്റ്റിന് കൊടുത്തു, ഇനി എന്റെ വക ഒരു സമ്മാനം നിനക്ക് വേണ്ടേ? ഇതും പറഞ്ഞ് കൃഷി കൺമണിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. ആ ബോക്സ് തുറന്നു നോക്കുന്നതും ഒരു സ്വർണ്ണ മോതിരമാണ് കൺമണിക്ക് വേണ്ടി കൃഷി കൊടുത്തതെന്ന് മനസ്സിലാക്കുകയാണ് കൺമണി. അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഇമോഷണൽ ആവുകയാണ് കൺമണി. ജീവിതാവസാനം വരെ ഇതെന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. കൺമണി തിരിച്ച് കൃഷിനും ഒരു സമ്മാനം നൽകുന്നുണ്ട്. അത് വാങ്ങി കൃഷി ഇങ്ങനെ താങ്ക് യു പറയുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിൽ നിന്നും ആ സമ്മാനം താഴെ വീണ് പോവുകയാണ്. അപ്പൊ അത് കണ്ടപ്പോ കൺമണിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അയ്യോ, എന്റെ സമ്മാനം താഴെ വീണ് പോയല്ലോ എന്ന് പറയുമ്പോ അതിനെന്തിനാ കൺമണി വിഷമിക്കുന്നത്? കൈതട്ടി താഴെ വീണതല്ലേ. പക്ഷെ കൺമണിക്ക് അപ്പോഴും വിഷമം മാറിയിട്ടില്ല. അപ്പൊ കൃഷി പറയുന്നുണ്ട്, നിന്റെ വിഷമം ഞാൻ മാറ്റി തരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, വേഗം തന്നെ കൺമണിയുടെ കവളത്തൊരു ഉമ്മ കൊടുക്കുകയാണ്. കൺമണിയും ശരിക്കും പകച്ചു പോകുന്നുണ്ട്. കൃഷി വിടുന്നില്ല. എനിക്ക് ഇതുപോലെ ഒരു ഉമ്മ തിരിച്ചു വേണമെന്ന് പറയുമ്പോ കൺമണി ആകെ വെപ്പാളപ്പെടുന്നുണ്ട്. അയ്യോ വേണ്ട സാർ, എല്ലാവരും കാണും എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും കൃഷി നിർബന്ധിക്കുകയാണ് കൺമണിയെ. സദ്യ കഴിക്കുന്നതിന് മുമ്പ് ഒരു മുത്തുകവ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്റെ കവള് കൺമണിയുടെ അടുത്തേക്ക് അടുപ്പിച്ച് കൊണ്ടുവരുമ്പോ കൺമണി മുത്തുകവ് കൊടുക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് കൃപ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഏട്ടന്റെ മുത്തുകവ് തന്നാ മതിയോ എന്ന്. ഇത് കേട്ട് രണ്ടുപേരും ആകെ നാണിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് കൃപ അവരുടെ അടുത്തേക്ക് വന്നിട്ട് കൺമണിയുടെയും കൃഷിന്റെയും ചെവിയൊക്കെ ആദ്യം പിടിച്ച് തിരിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷിന് പറഞ്ഞു കൊടുക്കും, അതെ, ഈ വന്നിരിക്കുന്നത് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ്, ഏട്ടന്റെ കൺമണിയൊന്നുമല്ല, ഞങ്ങൾക്കെല്ലാം ഒരുപോലെ അവകാശപ്പെട്ട കുട്ടിയാ. ഞങ്ങളുടെ ഗസ്റ്റിനെ ഒരാൾ മാത്രം അങ്ങനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഓണം ആഘോഷിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അതുമാത്രമല്ല, ഇവിടെ റഡാർക്കെന്നുമായിട്ട് എന്ത് നടക്കുന്നുവെന്ന് അന്വേഷിക്കാൻ പലരും ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും തൽക്കാലം എന്റെ കൂടെ വന്നാൽ മതി. അതുപോലെ ഇനി കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതുകൊണ്ട് തന്റെ കൂടെ വരാൻ പറഞ്ഞ് കൺമണിയും കൃഷ്ണനെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ് കൃപ അകത്തേക്ക്. ഇവിടെ മാനസയാണെങ്കിൽ ഫോണിലൂടെ ആരോടോ കൺമണിക്കെതിരെ നടത്തുന്ന പ്ലാനിങ്ങിന്റെ ഭാഗമായി ഗൂഢമായ ചർച്ചയിലാണ്. അങ്ങനെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് പ്ലാനിങ് എല്ലാം ഇനി നടക്കാൻ പോകുന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. വരനാണെങ്കിൽ അനിരുദ്ധിനെ വിളിച്ചിട്ട് പോലീസ് യൂണിഫോമിൽ തന്നെ എത്തണമെന്ന് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഞാൻ വന്നേക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എന്നെ വേണ്ട രീതിയിൽ തന്നെ പരിഗണിക്കണം. എന്താ സാർ ഇത്? സാറിന് എന്നെ വിശ്വാസമില്ലേ? കുറച്ച് ക്യാഷ് കൂടെ വേണോ? പറഞ്ഞോ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് വന്നേക്കാം. അനിരുദ്ധാകട്ടെ വരുണിനെ വിശ്വാസം തന്നെയാണെന്നും പിന്നെ കാര്യങ്ങളെല്ലാം അവിടെ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുമ്പോ എല്ലാം സെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ട് വരുണും. ഇനി നമ്മൾ റെഡിയായിട്ട് കാത്തു നിന്നാൽ മാത്രം മതി. അവിടെ മാനസ ബോംബ് വെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ റോള് തുടങ്ങും. കൃത്യസമയത്ത് തന്നെ സാർ അവിടെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇതെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും അനിരുദ്ധിന് അല്പം പേടിയുണ്ട്. അനിരുദ്ധ് പറയുന്നുണ്ട്, വരുണെ, എന്റെ കയ്യിലെ കെട്ടെല്ലാം ഇപ്പൊ അയച്ചതേ ഉള്ളൂ, വീണ്ടും എന്റെ കൈയും കാലും കെട്ടിക്കല്ലേ. അതേസമയം വരുൺ ഉറപ്പ് കൊടുക്കുകയാണ്, ഒന്നും ഇനി സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല സാറിന്റെ കൂടെ ഇനി ഞാനുമുണ്ട്. അവളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം സാറിന്റെ കയ്യിലായിരിക്കും. ഞാനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടേ സാർ അവളെ വിട്ടയക്കാൻ പാടൂ. വരുണിന്റെ നിർദ്ദേശങ്ങളെല്ലാം കേൾക്കുന്ന അനിരുദ്ധാകട്ടെ, ആദ്യം നീ അവളെ കല്യാണം കഴിക്കാൻ നോക്ക്. ഞാൻ ഏറ്റെടുത്ത ജോലി ഞാൻ ഭംഗിയായി ചെയ്യും, അതിലൊരു പേടിയും വേണ്ട. ഇതോടൊപ്പം തന്നെ കൃഷിനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് വരുൺ. അതുകൂടെ ആയാലേ നമ്മുടെ ഈ ഓണം അടിപൊളിയാവൂ എന്ന് പറയുമ്പോ തന്റെ ജീവിതത്തിലെ
മറക്കാൻ പറ്റാത്ത ദിവസമായിരിക്കുമോ ഇന്ന്. 3 കൂട്ടം പായസം കൂട്ടി കഴിക്കുന്ന ഓണസദ്യയേക്കാൾ ഗംഭീരമായിരിക്കും ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി തരാൻ പോകുന്ന സദ്യ. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും വരുണിന് തൃപ്തിയാവുന്നുണ്ട്. സന്തോഷം കൊണ്ട് പറയുന്നുണ്ട്, മതി മതി, ഇത്രയും കേട്ടാ മതി എനിക്ക്, ഇപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു. കൃഷിന്റെ വീട്ടിലാണെങ്കിൽ സദ്യ കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. കൺമണിയും കൂട്ടി നമ്മുടെ കൃപ വരുന്നുണ്ട്. കൺമണി കൃഷിന്റെ അടുത്ത് ഇരിക്കാൻ നോക്കുമ്പോൾ കൺമണിക്ക് വേണ്ടി ഒരു പ്രത്യേക സീറ്റ് തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള കൃപ കൺമണി അവിടെയല്ല ഇരിക്കേണ്ടതെന്നും കൺമണി ചെയർമാന്റെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കേണ്ടതെന്നും പറഞ്ഞ് മറ്റൊരു സീറ്റിലാണ് ഇരുത്തുന്നത്. കൃഷിന്റെ അടുത്ത് തന്നെ കൺമണി ഇരുന്നത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട് നമ്മുടെ സുജാതയും ഹേമയും ഒക്കെ. സാഗറാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഒന്നും കണ്ടില്ലാത്ത പോലെ നടിക്കുകയാണ് ചെയ്യുന്നത്. കൃപയാണെങ്കിൽ താൻ പറഞ്ഞ സീറ്റിൽ കൺമണി ഇരിക്കാത്തത് കൊണ്ട് തന്നെ കൃപ തന്നെ ആ സീറ്റിൽ പിന്നീട് ഇരിക്കും. ഞാൻ തന്നെ ആയിക്കോളാം ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം അസൂയയുടെ മാറി നിന്ന് കാണുകയാണ് നമ്മുടെ ആന്റിയമ്മയും മാനസയും ഒക്കെ. മാനസയുടെ ചെവിയിൽ ആന്റിയമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയാ വേണ്ടത്, കുപ്പത്തൊട്ടിയിൽ കിടക്കേണ്ടതിനെയൊക്കെ പിടിച്ച് പട്ടുമെത്തയിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ മാനസ ആന്റിയമ്മയോടായിട്ട്, ആന്റിയമ്മ വിഷമിക്കാതെ, അവള് കുപ്പത്തൊട്ടിയിലേക്കല്ല പാതാളത്തിലേക്ക് പോകുന്ന സുന്ദരമായ ഒരു കാഴ്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാണും. ആന്റിയമ്മ ഫോണെല്ലാം റെഡിയാക്കി വെച്ചോ. ഇത് കേട്ട ആന്റിയമ്മയും ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാനസയോട്. അപ്പൊ മാനസ ചിരിച്ചുകൊണ്ട് പറയാ, കാണാൻ പോകുന്ന ഓണം കണ്ടു തന്നെ അറിയണം ആന്റിയമ്മ. ഈ ഓണസദ്യ ഉണ്ടല്ലോ ആന്റിയമ്മ കുറച്ച് കഴിച്ചാൽ മതി, മെയിൻ സദ്യ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിനിടയില് കൃഷി കുറെ കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട് കൺമണിയോട്. തന്റെ പപ്പടം കൺമണിക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കാണുമ്പോ മാനസ ആന്റിയമ്മയോട് പറയാ, ദേ ആ പപ്പടം കണ്ടില്ലേ, അതുപോലെ അവൾ ഇപ്പൊ പൊടിയും. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ആന്റിയമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് മാനസയോട്. അപ്പൊ മാനസയാണെങ്കിൽ തന്റെ ഫോൺ എടുത്തിട്ട് എല്ലാവരുടെയും മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അങ്ങോട്ട് വിടുകയാണ്. മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് എല്ലാവരും ഫോൺ എടുത്ത് നോക്കുമ്പോ മാനസ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ദേ ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നില്ലേ, അതെന്താണെന്നൊന്ന് നോക്കി. എല്ലാവരും അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു ന്യൂസ് ആണ്. ആ ന്യൂസ് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയാണ്. ഡിസൈനർ എന്ന മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്ന കൺമണി എന്ന പെൺകുട്ടിയുടെ ചതിയുടെയും വഞ്ചനയുടെയും കഥ. വിവാഹം ചെയ്യാമെന്ന വാക്ക് വിശ്വസിച്ച് 101 പവനും 10 ലക്ഷം രൂപയും നഷ്ടപ്പെടുത്തിയ വരുൺ എന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ ഇതാ സംഭവങ്ങളെല്ലാം എല്ലാവർക്കും മുമ്പിൽ വെളിപ്പെടുത്തുന്നു. ശേഷം വരുണിനെയാണ് കാണിക്കുന്നത്. വരുൺ സങ്കടമൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇപ്പൊ പറഞ്ഞതെല്ലാം സത്യമാണ്, എന്നെ ഈ പരുവത്തിലാക്കിയത് അവളാണ്, എന്റെ 101 പവനും 10 ലക്ഷം രൂപയുമാണ് ആ വഞ്ചകി അടിച്ചെടുത്തത്. ഇനി എന്നെ പോലെ എത്ര പേരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ടാവുമെന്ന കണ്ടുപിടിക്കേണ്ടത്. തുടർന്ന് ന്യൂസ് റീഡർ പറയുന്നുണ്ട്, കൺമണിയും വരുണും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടാണ് കൺമണി വരുണിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞതെന്ന്. വരുണപ്പ കാര്യങ്ങളൊക്കെ പൊടിപ്പും തങ്ങലും വെച്ച് പറയുകയാണ്, കൺമണിയും ഞാനും തമ്മിലുള്ള നിശ്ചയമൊക്കെ കഴിഞ്ഞു, ഞാനുമായി അവൾ സ്നേഹം അഭിനയിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് വലിയ പണക്കാരനെ അവൾക്ക് കിട്ടി. ക്രിഷ് അലിഗ ഡിസൈൻസിന്റെ MD ക്രിഷ് സാഗറിനെയാണ് അവളിപ്പം വലവീശി പിടിച്ചിരിക്കുന്നത്. പോലീസല്ല, മുഖ്യമന്ത്രി തന്നെ ഇതിൽ നേരിട്ട് ഇടപെടണം, എനിക്ക് നീതി വാങ്ങി തരണം എന്നെല്ലാം പറഞ്ഞ് കള്ളക്കണ്ണീരൊഴുക്കുകയാണ് വരുൺ. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. എല്ലാവരും അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ മാനസ് വന്നിട്ട് ചോദിക്കുക, ആന്റി അങ്കിൾ എന്താ ഇതൊക്കെ? കൃപ നീയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. എന്നെ അച്ഛനെ അമ്മയൊക്കെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഓണാഘോഷം ഒരുക്കിയതും ഈ കൺമണിയെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കെട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിച്ചതും? നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ മുഴുവൻ ഇപ്പൊ കാണുകയാണ്. അതോടൊപ്പം ആന്റിയമ്മയും പറയുന്നുണ്ട്, കൃപേ ഇവളെ ഈ നിമിഷം തന്നെ ഇവിടെ ഒന്ന് പുറത്താക്കണം. പൊതുജനങ്ങളുടെ മുമ്പില് നമ്മളെയൊക്കെ നാണം കെടുത്തിയിരിക്കുകയാണ് ഇവള്. ഇത്രയും കേൾക്കുന്നതും കൺമണി പിന്നീട് അവിടുന്ന് എണീറ്റ് കരഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ കൃഷി കൺമണിയെ പോകാൻ വിടുന്നില്ല. എന്നിട്ട് എല്ലാവരോടായിട്ട് കൃഷി പറയും, ഓൺലൈൻ മീഡിയകൾ പലതും പറയും, അവർക്ക് ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി ആരെക്കുറിച്ചും എന്ത് കഥയും ഉണ്ടാക്കും. എന്നാൽ ഹേമ ഇതിനിടയിൽ കയറി, ഇത് കഥയല്ല കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നുകൂടെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുകയാണ് കൺമണിയും കൃഷിയും ഒക്കെ. ആന്റിയമ്മ പിന്നീട് അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ് കൺമണിയെ, എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ? തിരുവാതിരകളി, പുലിക്കളി, ഓണക്കോടി കൊടുക്കല്, എന്തൊക്കെയായിരുന്നു പുകല്? ഇവള് ചീഫ് ഗസ്റ്റ് അല്ല, ചീപ്പ് ഗസ്റ്റ്. ഇതുപോലൊരു വിഷജന്തുവിനെ പിടിച്ച് വീട്ടിൽ കയറ്റി ഓണം ആഘോഷിക്കുക. ഇതിനും ഭേദം നമ്മളെല്ലാവരും കൂടെ അങ്ങ് തൂങ്ങിച്ചാവുന്നതായിരുന്നു നല്ലത്. ആന്റിയമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് നമ്മുടെ കൃഷ്. നിർത്താൻ പറഞ്ഞ് അലറുന്നുണ്ട് ആന്റിയമ്മയോട്. സത്യം എന്താണെന്നറിയാതെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ആളെ അവഹേളിക്കരുതെന്നും ഞാനതിന് സമ്മതിക്കില്ലെന്നും ഒക്കെ പറയുന്നത് കേട്ടിട്ട്, ഓഹോ അത് ശരി, അപ്പൊ കുറ്റം ഞങ്ങൾക്കായോടാ, ഇവള് ഞങ്ങളാണ് അവഹേളിച്ചിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് കിട്ടിയ അവസരം മുതലാക്കി ആന്റിയമ്മ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട് കൺമണിയെ.